ഒഴിഞ്ഞും മാറിയും ഒക്കെ നിന്നു. തെളിഞ്ഞ മാനമായിരുന്നു. ലഭിക്കുന്നുണ്ട് കെ മധു. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് കാർവാറിലേക്ക് രാജധാനി എക്സ്പ്രസ് എത്തുകയാണ്. ആ രാജധാനി എക്സ്പ്രസിലാണ് ഈ ഐബോർഡ് പ്രവർത്തിക്കേണ്ട കപ്പാസിറ്റി കൂടുതലുള്ള ബാറ്ററികൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ വിമാനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്ന് ഒരു അനുമതി ലഭിച്ചിരുന്നില്ല. കാരണം അത്രയും കപ്പാസിറ്റി ഉള്ള ബാറ്ററി ഫ്ലൈറ്റിനുള്ളിൽ കൊണ്ടുപോകാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. എന്തായാലും ആ ബാറ്ററികൾ രാജധാനി എക്സ്പ്രസിൽ കാർവാറിലേക്ക് എത്തുകയാണ്. ഈ കാർവാർ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂർ ദൂരമാണ് ഈ അപകടം നടന്ന ഷിരൂരിലേക്കുള്ളത്. അവിടേക്ക് ബാറ്ററികൾ എത്തുന്നു. അത് കഴിഞ്ഞ് അത് സെറ്റപ്പ് ചെയ്യാൻ ഒരു 20 മിനിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ദൃശ്യങ്ങൾ കാർവാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരികയാണ്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഐബോർഡ് പ്രവർത്തിപ്പിക്കേണ്ട ആ ബാറ്ററികൾ, കപ്പാസിറ്റി കൂടുതലുള്ള ബാറ്ററി സംവിധാനങ്ങൾ എത്തുകയാണ്. അത്യാധുനിക ഉപകരണമാണ് അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ. അത് പ്രവർത്തിപ്പിക്കാനുള്ള ബാറ്ററിയാണ് ഈ ട്രെയിനിൽ കൊണ്ടുവരുന്നത്. 9:30-ക്ക് എത്തേണ്ടതായിരുന്നു കാർവാർ സ്റ്റേഷനിൽ ട്രെയിൻ. അല്പം ഡിലേ വന്നു. പക്ഷേ എന്നാലും ഇപ്പോൾ ബാറ്ററി എത്തുകയാണ്. പോലീസ് അവിടെയുണ്ട്. ഇവർ എത്രയും പെട്ടെന്ന് ഈ അപകടം നടന്ന മണ്ണിടിച്ചിൽ ഉണ്ടായ ഷിരൂരിലേക്ക് കൊണ്ടുപോകും. 1.25 മണിക്കൂറാണ് നിലവിൽ സമയം കാണിക്കുന്നത്. ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ത്വരിതമായ നടപടികൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ സമയം ആ ബാറ്ററികൾ അത് വെച്ച് സെറ്റപ്പ് ചെയ്യാൻ, ആ സംവിധാനം സെറ്റപ്പ് ചെയ്യാനുള്ള സമയം കാർവാർ സ്റ്റേഷനിലേക്ക് ആ ബാറ്ററി എത്തിച്ചിരിക്കുകയാണ്. ഓരോ നിമിഷവും വളരെ നിർണായകമാണ്. വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റേജിലേക്ക് ഈ ഒരു മിഷൻ, ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എത്തുകയാണ്. ആ ബാറ്ററി കപ്പാസിറ്റി കൂടുതലുള്ള ഐബോർഡിന്റെ ബാറ്ററി കാർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കർണാടക പോലീസ് അവിടെയുണ്ട്. മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ ടീം അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ടീമുമാണ് ചേർന്നാണ് ഈ ബാറ്ററി അവിടെ നിന്ന് സ്വീകരിച്ചത്. ഇനി ഇവർ ഷിരൂരിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവിടെ ഗ്രൗണ്ട് സ്റ്റേഷൻ ഇന്നലെ എക്സ്കവേറ്ററിന്റെ സഹായം ഉപയോഗിച്ച് തയ്യാറാക്കി കഴിഞ്ഞതാണ്. ഇനി ആ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് പോകും എന്നുള്ളതാണ്. വളരെ ഇത് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ചാണ് ഈ ഐബോർഡ് പ്രവർത്തിക്കുക. ഇന്നലെ നേവിയുടെയും ആർമിയുടെയും തെരച്ചിലിൽ നമുക്കൊരു ലൊക്കേഷൻ, ഏറ്റവും ഒരു 95% പ്രോബബിലിറ്റി ഉള്ള ഒരു കോണ്ടാക്ട് 1 ലൊക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ആ ലൊക്കേഷനിലേക്ക് അതിന്റെ കറക്റ്റ് പ്രൊഫൈലിംഗ് ആയിരിക്കും ഇന്ന് ഐബോർഡ് സംവിധാനം ഉപയോഗിച്ച് നടത്തുക. അതായത് റേഡിയോ സിഗ്നലുകളാണ്. ഇപ്പോൾ ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിലാണ് ലോറി എന്ന്. അത് കുറച്ചുകൂടി എക്സാക്റ്റ് ആയിട്ട് കറക്റ്റായി ലോറി എവിടെയാണുള്ളത്, അതിന്റെ ക്യാബിൻ എവിടെയാണുള്ളത്, അത് ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, അതൊക്കെ നമുക്ക് ഇതിന്റെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. കെ ബി ശ്രീധരൻ നമുക്കിപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട്. ശ്രീധരൻ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നിൽക്കുന്നത് ഇപ്പോൾ ആ എക്സാക്ട് ലൊക്കേഷൻ, ലോറി എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടെത്തണം. അതിനുള്ള സംവിധാനങ്ങൾ കാർവാറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാർവാറിൽ നിന്ന് ശ്രീധരൻ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്ര ദൂരം? കാർവാർ ഇവിടുന്ന് 35 കിലോമീറ്ററാണ് പരമാവധി ദൂരം. ഏതായാലും 1 മണിക്കൂറിനകം തന്നെ സംഭവ സ്ഥലത്തെ അല്ലെങ്കിൽ അങ്കോളയിലേക്ക് ഈ ബാറ്ററി എത്തിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അതിനുശേഷം ആ ദൗത്യ സംഘം, മേജർ ഇന്ദ്രപാൽ സിംഗിന്റെ ദൗത്യ സംഘം ഇത് ഘടിപ്പിച്ചതിന് ശേഷം ഈ മെഷീൻ, അതായത് ഡ്രോൺ അധിഷ്ഠിതമായി നമുക്ക് സെർച്ചിങ്ങിനുള്ള ഈ മെഷീൻ ദിബോട്ട്സ് ഉപയോഗിക്കാൻ ആകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അധികമൊന്നും സമയം വേണ്ട. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഒരു ASPയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടേക്ക് ഇത് വാങ്ങുന്നതിന് പോയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ആ ഭീമൻ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നത് കണ്ടതാണ്. പോലീസിന്റെ കൃത്യമായിട്ടുള്ള എസ്കോർട്ടോട് കൂടിയാണ് കൊണ്ടുവന്നത്. അതായത് അത്രയും പ്രാധാന്യത്തോടെ, അത്രയും വേഗത്തിൽ ഇത് എത്തിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. ഇപ്പോൾ രാജധാനി എക്സ്പ്രസിൽ ഈ ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നു. അതിൽ ഈ ടീമിന്റെ, അതായത് ഇന്ദ്രപാലൻ സാറിന്റെ നേതൃത്വം, അവരുടെ ടീമിലെ സംഘാംഗങ്ങളുണ്ട്. അവർ ആ സാധനങ്ങളുമായി ഇവിടേക്ക്, ആ മെഷീനുമായി ഇവിടേക്ക്, ആ ബാറ്ററിയുമായി എത്തും. അതിനുശേഷം ഈ ഇതുമായി ഘടിപ്പിച്ച് ഇത് വൈകാതെ നമുക്ക് പ്രവർത്തിപ്പിക്കാനാകും. ഏതായാലും അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹം വിശദമായി സംസാരിച്ചിരുന്നു. 2.5 മണിക്കൂറാണ് ഈ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ആ 2.5 മണിക്കൂർ നിർണായകമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മഴയത്തും അത് പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ചെളിയിലൊക്കെ ഇറങ്ങുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് മഴയത്തും അത് പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? പക്ഷേ ഈ ഡ്രോൺ ബേസ്ഡ് സംവിധാനമായതുകൊണ്ട് വലിയ കാറ്റ് വരുമ്പോൾ അത് എത്രത്തോളം പ്രവർത്തനം സാധ്യമാകും എന്നുള്ളതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതിന് ശേഷം അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കാലതാമസം ഉണ്ടായേക്കും എന്നുള്ളതാണ്. കാലാവസ്ഥ മാത്രമല്ല, മറ്റ് സാങ്കേതിക കാരണങ്ങളാൽ 1 മണിക്കൂർ വൈകും എന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു
1 മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഉച്ചയോടെ, നേരത്തെ ഒരു 12 മണിയോടെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു 2 മണിയോടെ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ വരാൻ ഇടയുള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിന് ഒരു കാരണം തീർച്ചയായും കാലാവസ്ഥ തന്നെയാണ്. പക്ഷേ അത് സജ്ജമായാൽ നേരത്തെ ആര്യ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ ഏറ്റവും നിർണായകമാകുന്നത്. ക്യാബിൻ്റെ പൊസിഷനിങ് എങ്ങനെ, 45 അടിയോളം ചേറിലാണ് ഇത് കിടക്കുന്നത് എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ആ വിധത്തിലാണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. നാവികസേനയുടെ സിഗ്നലും ആ വിധത്തിലാണ്. ഈ ക്യാബ് ഏത് വിധത്തിലാണ് മറിഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്, SP പറഞ്ഞത്. പക്ഷേ അപ്പോഴും അത് ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏത് വഴി അതിലേക്ക് എത്തിച്ചേരണം, മുങ്ങൽ വിദഗ്ധർക്ക് അവിടേക്ക് കടന്നെത്താൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പരിശോധന, കൃത്യമായ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാനാവൂ. കാരണം കൂടുതൽ ആളുകൾ, നമ്മുടെ ഏറ്റവും സുസജ്ജരായ സൈനികരാണ് അവിടേക്ക് എത്തുന്നത്. അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിക്കൊണ്ട് മാത്രമാണ് അവർ അപകടങ്ങളെ നേരിടുന്നു. അതിൽ വിദഗ്ധർ എന്ന് പറയുമ്പോഴും ആ അപകട മുഖത്തേക്കാണ് അവരും കടന്നു ചെല്ലുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ആ വിധത്തിൽ തന്നെ അവർ ചെല്ലുമ്പോൾ തീർച്ചയായും ആദ്യം ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഘടനയെന്ത്, അതിൻ്റെ സ്വഭാവം എന്ത്, ഏത് വിധത്തിൽ കിടക്കുന്നു, ഏത് വശത്തേക്ക് ചാഞ്ഞ് ചെരിഞ്ഞ് പുതഞ്ഞു കിടക്കുന്നു, അതിന് മീതെ മറ്റെന്തെല്ലാം ഇപ്പോൾ വന്ന് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, തടിക്കഷ്ണങ്ങൾ, മണ്ണ്, ചെളി, ഒലിച്ചു വന്ന വേരുകൾ, മരങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം എത്രത്തോളം വന്ന് കിടക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനുണ്ട്. അതുകൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ ക്യാബിനിലെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനാവൂ. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ചെല്ലുന്നത് മാത്രമാണ് സൗകര്യം. അത് അറിഞ്ഞുകൊണ്ട് ചെല്ലുന്നതാണ് തിരച്ചിലിന് ഏറ്റവും അഭികാമ്യം എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. അതിനനുസരിച്ചാണ് പല തരത്തിലുള്ള മാർഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ദുരന്ത നിവാരണ സേന വൈദ്യുതി കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കുരുക്കിയിട്ടുകൊണ്ട് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ വിധത്തിലുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്നതിനപ്പുറത്ത് അത്രയേറെ ആഴത്തിലാണ് ഇത് കിടക്കുന്നത്. ആഞ്ഞ് പെയ്യുന്ന മഴയും ചീറിയടിക്കുന്ന കാറ്റും തന്നെയാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലോർക്കേണ്ടുന്ന കാര്യം, ഇടതുവശത്ത് ഗംഗാവല്ലി പുഴയുണ്ടെങ്കിൽ വലതുവശത്ത് ഹൈവേയുടെ മറുവശത്ത് നിന്ന് മുൻപ് ഇടിഞ്ഞു പോകുന്നതിന് അപ്പുറത്തുള്ള മല വീണ്ടും ഏത് നിമിഷവും മറ്റൊരു മഴയിൽ കുതിർന്നു നിൽക്കുന്ന മഴ ഏത് നിമിഷവും മറ്റൊരു മഴയിൽ താഴേക്ക് നിലം പൊത്തുമോ എന്നുള്ള ആശങ്കകളൊക്കെയുണ്ട്. ആ ആശങ്കകൾക്കൊക്കെ നടുവിലാണ് ഈ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അനാവശ്യമായി ആരും അവിടെ വേണ്ട എന്നുള്ളൊരു തീരുമാനം, യന്ത്രങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ആ അസാധ്യം എന്നൊരു വാക്ക് നമ്മുടെ നിഘണ്ടുവിലില്ല, സൈനികരുടെ നിഘണ്ടുവിലില്ല എന്ന് സൈനികർ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അത് സാധിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും, അത് എപ്പോൾ ഇത് പുറത്തേക്ക് എടുക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ എത്ര സംശയമുണ്ടെങ്കിലും അത് സ്പർശിക്കാനാവും, അതിനെ ചെന്നു തൊടാനാവും, അത് പുറത്തെടുക്കാനാകും, അതിനുള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനാവും എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ആ പ്രദേശത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരവും. ഇപ്പോൾ മറ്റൊരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാർവാർ MLA ഒക്കെ സാന്നിധ്യത്തിൽ മറ്റൊരു ഏകോപന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളും അല്പസമയത്തിനകം നൽകാനാവും എന്ന് കരുതുന്നു.